ഹായ്, ഞാൻ ബിനോജ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസറായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ഈ കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം ഒരുപാട് പേരുടെ കുറെ കമന്റുകൾ സാറിന് കിട്ടിയിട്ടുണ്ട്, പേഴ്സണലായിട്ടും അല്ലാതെയും. സ്വാഭാവികമായിട്ടും ഇത് ഇന്നത്തെ ഈ സെഷനിൽ പറയണം എന്ന് തോന്നിയിട്ടുള്ളത് തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ വിലയേറിയ കൺഫ്യൂഷൻ നിറഞ്ഞ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുവാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇത് വളരെ നേരത്തെ പറയേണ്ടതായിരുന്നു പിന്നീട് തോന്നുകയുണ്ടായി. കാരണം ഇത് ഏതൊരു ജോലിയിലും പ്രവേശിക്കുന്ന ഏതൊരാൾക്കും, ഏതൊരു കുട്ടിക്കും തോന്നാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ വിലയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻസ്? നമുക്കൊന്ന് നോക്കാം. ഇതെല്ലാം ശരിയാണോ? ഈ പറയുന്നതെല്ലാം ശരിയാണോ? ഇതൊക്കെ സംഭവിക്കുമോ? ഇതെങ്ങനെ ഇതൊക്കെ നേടിയെടുക്കാം? ഇത് ഇത്ര ഈസിയിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണോ? 50,000 രൂപയ്ക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുമോ? അത് തീർച്ചയായും നിങ്ങൾ നിലവിലെ ആ ചെറിയ ജോലിയുമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടാൻ പറ്റില്ല. ജീവിതത്തിൽ അത്ര ഒരു അക്കസംഖ്യകൾ നിങ്ങൾക്ക് എണ്ണാൻ പറ്റില്ല. ആ ശമ്പളം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. മറിച്ച് ഒരു ബിസിനസ് ലെവലിൽ ചിന്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കത് സ്വായത്തമാക്കാൻ വളരെ ഈസിയാണ്. ഈ ജോലി സാർ ഈ പറയുന്ന പോലെയൊക്കെ ഇത് വിജയിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ, ഇത് നടക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ, ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷൻസ്, ഇതെല്ലാം തീർത്തു തരാനാണ്, ഇതിനെല്ലാം ഉത്തരം നൽകാനാണ്, ഇതെല്ലാം സാധ്യമാണെന്ന് ഓർമ്മപ്പെടുത്താനാണ് സാറ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഒരു അപാര കഴിവുള്ള വ്യക്തികളാണ്. ഭയങ്കരമായ അറിവും കഴിവും പ്രാപ്തിയും തൻ്റെടുമുള്ള ഒരു വലിയ തലമുറ നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം 1-2 ക്ലാസ്സിൽ സൂചിപ്പിച്ച് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, തർക്കമില്ല. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് അതിൻ്റെ തർക്കവും കൺഫ്യൂഷനും ഇരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ചെലവഴിക്കുന്ന ആ സമയം വളരെ വലുതാണെന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ആ സമയത്തിൻ്റെ വേതനം വളരെ ചെറുതാണെന്നുമുള്ളതാണ് ഇവിടെ നിങ്ങളെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിന്ന്, ആ ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങളുടെ ബാധ്യതയാണ്. ഈ ബാധ്യത തീർത്തും ഇല്ലാതാക്കാനാണ് ഈ ജോലിയിലേക്ക് കടന്നു വരാനായിട്ട് സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ അണിമാജിനബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ സപ്പോസ് ഈ ജോലിയിലേക്ക് വന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഓരോ തൊഴിലിനും ചെലവഴിക്കുന്ന സമയവും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും വളരെ കാൽക്കുലേറ്റഡ് ആയിരിക്കണം. ഇവിടെ മറ്റൊരു ക്ലാസ്സിൽ പറയുകയുണ്ടായി, നമ്മൾക്ക് സെൽഫ് കൺട്രോളിലൂടെ നടക്കാവുന്ന രാജ്യത്തുള്ളതിൽ ഏറ്റവും മനോഹരമായൊരു ജോലിയാണ്. കാരണം ഈ ജോലിയിൽ നമ്മൾ മറ്റു ഷോപ്സിൽ നിൽക്കുന്ന സെയിൽസ്മാന് ലഭിക്കുന്ന അവന് നിൽക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അലക്ഷ്യമായി നോക്കാൻ പാടില്ല, മൊബൈൽ തൊടാൻ പാടില്ല, അതുപോലെ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല, ഊണിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നേരം കഴിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് നീണ്ട റെസ്ട്രിക്ഷൻസ് ആണ് വെച്ചിരിക്കുന്നത്. വരുമ്പോൾ പഞ്ച് ചെയ്യണം, പോകുമ്പോൾ പഞ്ച് ചെയ്യണം. ഒരുപാട് ടെക്നോളജി വളർന്നു കഴിഞ്ഞു. പക്ഷേ ഇവിടെ സ്വതന്ത്രമായി നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ആ ഒരു വലിയ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇവിടെ യു ആർ ദ ബോസ് യുവർ സെൽഫ്. യു ആർ ദ ബോസ് ഫോർ യു. Nobody will control you. എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് കൺട്രോൾ നിങ്ങൾ തന്നെ ചെയ്തേ പറ്റും. ഒരു പക്ഷേ നിങ്ങൾ സാറിൻ്റെ കീഴിൽ വരുമ്പോൾ, സാറിനോടൊപ്പം നിൽക്കുമ്പോൾ ഞാൻ മാത്രമാണ് നിങ്ങളെ ഗൈഡ് ലൈൻ ഉണ്ടാക്കുക. അത് മാത്രമേ നിങ്ങൾക്ക് തീർത്തും ഒരു അലവസരമായിട്ട് ശല്യമായി ആദ്യ നാളുകളിൽ തോന്നുകയുള്ളൂ. പിന്നീട് അത് നിങ്ങൾക്ക് വലിയൊരു തുണയായി രക്ഷയായി തോന്നും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ മുന്നേ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇത് സാധ്യമാണോ? സാർ പറയും 100% സാധ്യമാണ്. ഇത് നടക്കുമോ? തീർച്ചയായും 100% നടന്നിരിക്കും. ഇതൊക്കെ ലഭിക്കുമോ? വൈ നോട്ട്? ഇത് കിട്ടിയിരിക്കും. എന്താണ് ഇത്ര സംശയം? മോർ ദാൻ, ഇത് ഏറ്റവും ചെറിയൊരു തുകയാണ് പറഞ്ഞ 50,000 രൂപ, ജസ്റ്റ് 50,000 rupees പെർ മന്ത്. അത് 1-2 മണിക്കൂർ പോകുന്നവർക്കാണ്. എങ്കിൽ 8 മണിക്കൂർ നിങ്ങളുടെ ഷോപ്പുകളിലോ മറ്റു ജോലികളിലോ ചെലവഴിച്ച് ലഭിക്കുന്ന ചെറിയൊരു തുകയേക്കാൾ അതിൻ്റെ ഒരു 10 ഇരട്ടി വേണമോ? ആ 8 മണിക്കൂർ നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങും, അല്ലെങ്കിൽ 8 മണിക്കൂർ ആളുകളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് പല ഉപാധികൾ ഉപയോഗിക്കാമല്ലോ.
നിങ്ങൾക്ക് ഇന്നത്തെ നവമാധ്യമങ്ങളിൽ ഏത് വേണേൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് വിടാം, വാട്സപ്പ് വിടാം, സ്കൈപ്പ് എടുക്കാം, ഇന്റർനെറ്റ് എടുക്കാം, ഇമെയിൽ നിങ്ങൾക്ക് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം എടുക്കാം, ട്വിറ്റർ പോലും നിങ്ങൾക്ക് ഉപയോഗിച്ചൂടെ. എത്ര 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 സംവിധാനങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചൂടെ. ആരുപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞ് ഈ ഇത്രയ്ക്ക് മീഡിയാസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ വരുമാനം എന്നുള്ളത് അതിൻ്റെ മടങ്ങുകളാണ്. ഇത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള, വളരെ വളരെ ഇൻകം ലെവല് വളരെ ഹൈ ആയിട്ടുള്ള ഒരു ജോലിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡുകളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ കാര്യമേ വേണ്ടൂ, നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ ഒന്ന് മാറ്റണം. ജീവിതത്തിൽ ഒരൊറ്റ ചിന്ത മാറിക്കഴിഞ്ഞാൽ, ആ ടോട്ടൽ ചേഞ്ച് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡിസിഷൻ ഒരു ചെറിയ മാറ്റം വന്നാൽ നിങ്ങൾ അടിമുടി മാറുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കമില്ല. നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കണമോ, നിങ്ങളുടെ ചിന്തയെ മാറ്റിമറിക്കണം. നിങ്ങൾ ഇതിലേക്ക് തീർച്ചയായും ഇത് കേട്ട് നാളെയാകാം, പിന്നെയാകാം, അടുത്ത മാസമാകാം, അടുത്ത വർഷമാകാം, 2 വർഷം കൂടെ കഴിയട്ടെ എന്നൊക്കെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ വലിയ ലോസായി മാറും. മറിച്ച് ഇത് ഞാനൊന്ന് പരിശ്രമിക്കട്ടെ, ഞാൻ എന്തായാലും ഇതിനകത്ത് വിജയിച്ചിരിക്കും, ഞാൻ ഇതിലേക്ക് പോവുകയാണ്, ഈ ഒരു ഡിസിഷനാണ് നമുക്ക് വേണ്ടത്. ഇന്ന് ലോകത്തിൽ ജനങ്ങൾ മാറാൻ പറ്റാത്തതിന്റെ ഏറ്റവും വലിയ കാരണം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് കുറവാണ്. പലരും പല ചുരുങ്ങിയ ലെവലിലുള്ള ഇംഗത്തിൽ പെട്ടുകിടക്കുകയാണ്. അതിൽ തന്നെ വലിയ ബാധ്യത വന്നിട്ട് അതിൽ നിന്ന് ചക്രശ്വാസം വലിച്ച് വട്ടം എട്ടും നട്ടം തിരിയുക എന്നല്ലാതെ അതിൽ നിന്ന് ഒരു മോചനമില്ല. കാരണം എന്താ? അവന്റെ ആ ചെറിയ ഇംഗത്തിൽ ഒരുപാട് ബാധ്യതകൾ വരുത്തി വെച്ചിരിക്കുക. ഈ ബാധ്യതകൾ തീരണമെങ്കിൽ ഈ ചെറിയ വരുമാനം കൊണ്ട് വലിയ ബാധ്യതയെ തീർക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഈ അടുത്തിടെ കുറച്ച് യുവാക്കളെ കണ്ട് സംസാരിക്കേണ്ടി വന്നപ്പോൾ പലരും ഒരു 30,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപയുള്ള ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന നാളുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അതില് ഒരു 50 വയസ്സുള്ള ഒരാളെ കണ്ട് സംസാരിക്കാൻ വന്നു. ആ 50 വയസ്സുള്ള ആൾ പറഞ്ഞത് തന്റെ വരുമാനം ഇപ്പം നിലവിലുള്ളത് 40,000 രൂപയാണ്. 40,000 രൂപയാണെങ്കിൽ സാർ ചോദിച്ചത്, അങ്ങനെയെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് ലഭിക്കാൻ പോകുന്ന തുക? ഒരു മാസം ലഭിക്കുന്നത് 40,000 രൂപയാണെങ്കിൽ ഒരു വർഷത്തിൽ 4,80,000 രൂപ. ഈ 4,80,000 ഇൻറ്റു 10 വർഷം എടുത്താൽ എത്ര ലക്ഷം കിട്ടും? ഏറി വന്നാൽ നിയർലി 50 lakhs. ഇദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. ഇദ്ദേഹം ഇപ്പോൾ ചെലവഴിക്കുന്ന വരുത്തി വച്ചിരിക്കുന്ന ബാധ്യത എന്ന് പറയുന്നത് അതിന് മാത്രമായി തന്നെ ഏകദേശം ഒരു 20,000 മീതെ വേണം. ഇനി അദ്ദേഹത്തിന്റെ മക്കളുടെ വിദ്യാഭ്യാസം, പ്രായം ചെന്ന മാതാപിതാക്കളെ സംരക്ഷിക്കൽ, സ്വയം ഉണ്ടാകുന്ന അല്ലറ ചില്ലറ ചെലവുകൾ, ഇതിനുശേഷം അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് വേണ്ടി വരുന്ന ചെലവുകൾ, ഇങ്ങനെ നീളുകയാണ് വലിയൊരു പട്ടിക. ഇദ്ദേഹത്തിന്റെ ഒരു വീട് എന്നുള്ള സ്വപ്നം പൂർത്തീകരിക്കണമെങ്കിൽ ഈ 50 ലക്ഷം പോരാതെ വരും. കാരണം നിലവിലുള്ള വീട് പോയതാണ്. അത് തിരിച്ചു പിടിക്കാൻ ആഗ്രഹമുണ്ട്. തിരിച്ചു പിടിക്കണമെങ്കിൽ സാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, 54 ലക്ഷം കൊണ്ട് 60 വയസ്സിനുള്ളിൽ 50 ലക്ഷത്തിന് മീതെ വരുന്ന തന്റെ സ്വന്തം വീട് തിരിച്ചു പിടിക്കാൻ പറ്റും? ഒരിക്കലുമില്ല. ഇതൊരു കെണിയിൽ പെട്ടുകിടക്കുക. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. എന്നെ കേൾക്കുന്ന ഒരുപാട് പേരുടെ മറ്റു പല ബിസിനസ്സുകളും ഇങ്ങനെയാണ്. ചുരുങ്ങിയ വരുമാനത്തിൽ നിന്ന് വലിയ സ്വപ്നങ്ങൾ, ചുരുങ്ങിയ വരുമാനം കൊണ്ട് വലിയ പ്രതീക്ഷകൾ, ചുരുങ്ങിയ വരുമാനം കൊണ്ട് വളരെ വലിയ കാഴ്ചപ്പാടുകൾ. നിങ്ങൾ തന്നെ പറ, ഇത് വർക്കൗട്ട് ആകുമോ? ഇത് മതിയോ? ഇങ്ങനെയൊക്കെ മതിയോ? ഇതുകൊണ്ട് ഇത് സാധ്യമാണോ? ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ഇതാണോ നിങ്ങളുടെ വീക്ഷണം? ഇതാണോ നിങ്ങളുടെ വരുമാനത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത? ഇതാണോ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? ഇതിനെ കൊണ്ടാണ് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് സാർ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇനിയും അനവധി ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സാറിനെ കോൺടാക്ട് ചെയ്യണം. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നേരിട്ട് വരണം. സാർ ഇവിടെ സംഘടിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം വരും എന്നുള്ളതിൽ തർക്കമില്ലെന്ന് 100% പറയുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് നന്നായി ചിന്തിച്ച് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ കിട്ടാനായിട്ട് നേരിട്ട് വന്ന് ഇതിനെക്കുറിച്ച് അറിയുവാനായിട്ട് വീണ്ടും 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 ആഹ്വാനം ചെയ്യുകയാണ്. ഇനി മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. താങ്ക് യു.